നമ്മളിപ്പോ ഉള്ളത് മൺറോത്തുരത്തിലാണ് ഗൈസ്. എവിടെ ചെന്നാലും ഇയാൾക്ക് ഇതേ ഉള്ളു പണി. ഫോൺ ചെയ്തുകൊണ്ടാണെങ്കിലും ഉറക്കം തന്നെ. ഷോറൂം വരെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഇറങ്ങിയപ്പോഴാണ് രശ്മി പറഞ്ഞത് രശ്മിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ചിറ്റുമലയെ വെച്ചാണ്. അപ്പൊ രശ്മി ആരാന്നല്ലേ, ആയിരുന്നു ഉറങ്ങിയ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാരെയും പിടിച്ച് വണ്ടി കയറ്റി നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ രശ്മിയെ പഞ്ചായത്തിൽ കൊണ്ടാക്കിയിട്ട് ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് നിന്നപ്പോഴാണ് അറിഞ്ഞത് അവിടുന്ന് 6 കിലോമീറ്റർ മൺറോത്തുരത്തിലോട്ടുള്ളത്. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ നേരെ മൺറോത്തുരത്തിലോട്ട്. സത്യം പറയാലോ, നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഇത്രയും മനോഹരമായിട്ട് സ്ഥലം കടന്നിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് പറ്റിയത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം 2:30-3 മണിയൊക്കെ ആയിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ തൊട്ടടുത്തുള്ള ഒരു ഷാപ്പിൽ കയറി ഫുഡും കഴിച്ചു. കപ്പയും മീൻകറിയും കക്കത്തോരനും ഊണും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഓരോ ഗ്ലാസ് കള്ളും മേടിച്ചു കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും രശ്മി മീറ്റിംഗും കഴിഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ രശ്മിയെ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ നേരെ പോയത് കയാക്കിങ്ങിനാണ്. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കയാക്കിങ്ങിന് പോകുന്നത്. ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോയ സമയത്ത് പെഡൽ ബോട്ടിൽ പോയിട്ടുണ്ടെങ്കിലും കയാക്കിങ് ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ കണ്ടൽക്കാടിന്റെ ഒക്കെ ഇടയിലൂടെ ആ ചെമ്മീൻ കെട്ടും ആ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് കായലിലൊക്കെ ഇറങ്ങി നിന്നിങ്ങനെ പോകാൻ അടിപൊളിയായിരുന്നു. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും മനോഹരമായ സ്ഥലവും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ട് ഇതുവരെ പോകാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷിച്ച് എൻജോയ് ചെയ്ത ഒരു കുഞ്ഞു യാത്രയായിരുന്നു. ഞങ്ങൾ 4 പേര് 2 ബോട്ടിലായിട്ടാണ് പോയത്. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കോരി ഒഴിച്ചും കായലിലൊക്കെ ഇറങ്ങി നിന്നും ആകെ മൊത്തം നനഞ്ഞു കുളിച്ചാണ് ഞങ്ങൾ തിരിച്ചു. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കാനുണ്ടെങ്കിൽ ഇതുപോലുള്ള യാത്ര ചെയ്ത ഓർമ്മകൾ മാത്രമായിരിക്കും.